അപ്പോൾ വെറും 15 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കി കാണിച്ചാലോ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ അതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വെതറി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും നല്ലൊരു ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫൈനൽ പരിപാടി നന്നായി പിടിച്ചങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രൂപത്തിലാവണം മിക്സ് ചെയ്യേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെയും ഒന്നും കൂടി പിടിച്ച് ഓയിലും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കന് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാവണം നമുക്ക് അടുത്ത പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളെ റൈസ് റെഡിയാക്കണം. അപ്പോൾ നമ്മളെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മളെ ചിക്കൻ വെക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് വേവാകുമ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കിയപ്പോൾ ചിക്കന് നല്ല അടിപൊളിയായി വെന്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് അതിലേക്ക് ഏലക്ക, പട്ട, കുരുമുളക് ഇട്ട് റൈസ് ഇട്ട് നന്നായി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ മസാല ഏകദേശം തിളച്ച് പാകമായി വരുന്നുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിളകി വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഗ്യാസിൽ തന്നെ നല്ല ചോറ് നമ്മൾ റെഡിയായി വരുന്നുണ്ട്. റൈസ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ നേരെ കോരിയെടുത്ത് നമ്മളെ മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമ്മളേതായ ഒരു സാധനം ആഡാക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ദമ്മിട്ട് വെക്കണം. ദമ്മിനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചാർക്കോൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നേരെ പാത്രത്തിലിട്ട് നന്നായി ദമ്മിടുമ്പോൾ നല്ല മണം ഇങ്ങോട്ട് വരും. അപ്പോൾ ചാർക്കോളിട്ട് മണപ്പിച്ചതിന് ശേഷം റൈസും മസാലയും കൂടി ഒന്നും കൂടി ദമ്മിൽ വെച്ച് അവസാനത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മൾ റൈസും മസാലയും കൂടി മിക്സാക്കാൻ പോവാണ്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോഴാണ് മന്തിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ മന്തിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ മല്ലിച്ചപ്പ്, അതേപോലെ 1 ഇഞ്ച് നാരങ്ങയും കൂടി കൂട്ടി അരച്ചാൽ മന്തിൻ്റെയൊക്കെ കൂട്ടാം.